രാമജന്മഭൂമിയും വഖഫിന്റേതെന്ന് സ്വന്തമാണെന്ന അവകാശവാദവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാജ്യത്തെ പല ചരിത്ര സ്മാരകങ്ങളിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈന്ദവരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ അയോധ്യ രാമജന്മഭൂമിയിലും അവകാശവാദം ഉന്നയിച്ചു മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫ് ഭൂമിയിലാണെന്ന വിചിത്ര പ്രസ്താവനയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉന്നയിക്കുന്നത്. രാമജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അനുസരിച്ചത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചത് അതുകൊണ്ടാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. നിയമം അനുസരിക്കുമെങ്കിലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികൾ വഖഫിന്റേതാണെന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്റേത്. മുനമ്പം ഭൂമിയും വഖഫിന്റേതാണെന്ന പ്രസ്താവനയുമായി KM ഷാജിയും ET മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നിരുന്നു. നിരവധി ഭൂമികളിലും 250ഓളം സംരക്ഷിത സ്മാരകങ്ങളിലും വഖഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് രാമജന്മഭൂമിയിലെ അവകാശവാദം. രാജ്യത്തെ മിക്ക ഭൂമിയും വഖഫിന്റേതെന്ന് കൈയടക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പറയുമ്പോൾ ദൈവത്തിന്റെ സ്വത്താണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും അഴിമതിക്ക് പേര് കേട്ടതാണ് വഖഫ് ബോർഡ്. മുത്തുവല്ലി നിയമത്തിൽ പോലും ലക്ഷങ്ങളുടെ അഴിമതി നടക്കുന്നു. 95-ൽ ഇന്ത്യയിൽ നിലവിൽ വന്ന വഖഫ് നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ അതിസങ്കീർണമായ നിയമ നടപടികളിലേക്കാണ് പിന്നീട് നീങ്ങുക. കോടതി ഇടപെടലുകൾ തക്ക സമയത്ത് ഉണ്ടായില്ലെങ്കിൽ സ്ഥലം എന്നേക്കുമായി വഖഫ് ബോർഡിന്റേതായി മാറും. നിലവിൽ 8,70,000 ആസ്തികൾ വഖഫിനുണ്ട്. 10 ലക്ഷത്തോളം ഏക്കർ ഭൂമി കയ്യിലുണ്ടെന്നും പറയുന്നു. ഇതിൽ വ്യക്തതയില്ല. ചില രേഖകളിൽ ഇത് 6 ലക്ഷമാണ്. തങ്ങളുടേതാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് കൊടുത്ത കേസുകൾ കണ്ടാൽ ഞെട്ടിപ്പോകും. മുകേഷ് അംബാനി താമസിക്കുന്ന ശതകോടികൾ വിലമതിക്കുന്ന മുംബൈയിലെ ആന്റിലിയ എന്ന കൊട്ടാര സമാനമായ പാർപ്പിട സമുച്ചയത്തിൽ വഖഫ് അവകാശവാദം വന്നിട്ടുണ്ട്. അതുപോലെ 1500 വർഷം പഴക്കമുള്ള ഒരു അമ്പലവും അതിന്റെ സ്വത്തുക്കളുടെ മേലെയും വഖഫ് ക്ലെയിം വന്നു. ഗുജറാത്തിലെ ദ്വാരകയിലെ 2 ദ്വീപുകളും കേസിലാണ്. ഹൈദരാബാദിൽ വിപ്രോയും മൈക്രോസോഫ്റ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫ് സ്വത്താണെന്ന അവകാശവാദമാണ്. ബാംഗ്ലൂരിൽ ITC ഹോട്ടലിന്റെ പേരിലും കേസ് നടക്കുകയാണ്. മധ്യപ്രദേശിലെ ബുറാൻപൂരിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്മാരകങ്ങളുടെ പേരിലും അവകാശവാദം വന്നു. ഈ കേസിൽ കീഴ്ക്കോടതിയിൽ വഖഫ് ബോർഡ് തോറ്റു. പക്ഷേ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു മാഫിയ സംഘം പോലെ വഖഫ് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം വന്നതോടെയാണ് സമഗ്രമായ ഒരു നിയമം വേണമെന്ന മുറവിളി ഉയർന്നത്. ഇപ്പോൾ മോദി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ബില്ല് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളുടെ ഘടനയിൽ മാറ്റം വരുത്താനും നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു അമുസ്ലിം തലവനെ അനുവദിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ കുറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട്. ഒപ്പം സ്ത്രീ പ്രാതിനിധ്യവും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇതിൽ സ്ത്രീ പ്രാതിനിധ്യ വിഷയമാണ് ഇസ്ലാമിക മൗലികവാദികളെ ശരിക്കും പ്രകോപിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങൾ എന്നത് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. അതേസമയം കഴിഞ്ഞ ദിവസം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് താൽക്കാലിക സ്റ്റേ ഉത്തരവ് ഇറക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹർജിക്കാർക്ക് സിവിൽ കോടതിയിൽ സമീപിക്കാം. അതുവരെയുള്ള സംരക്ഷണത്തിന്റെ ഭാഗമായി സ്റ്റേ നൽകാമെന്ന് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു. മുനമ്പത്തെ തർക്കഭൂമി ഫറൂഖ് കോളേജിൽ നിന്ന് തങ്ങളുടെ മുൻഗാമികൾ വാങ്ങിയെന്ന് അവകാശപ്പെട്ട് താമസക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. 1950-ൽ കോളേജ് വഖഫ് എന്ന പേരിൽ സ്വത്ത് നൽകിയെന്ന് പറഞ്ഞ് 2019-ൽ വഖഫ് രജിസ്ട്രിയിൽ വസ്തു രേഖപ്പെടുത്തി. 2020 മുതൽ ഈ പ്രദേശത്തെ താമസക്കാർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഭൂമിയുടെയോ വസ്തുക്കളുടെയോ രേഖകൾ ലഭിക്കുന്നില്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. 1995-ലെ വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ഹർജിക്കാർ ചോദ്യം ചെയ്തു. വഖഫ് സ്വത്തിന് പ്രത്യേക പദവി നൽകാനാവില്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. വഖഫ് നിയമത്തിലെ 107-ാം വകുപ്പ് പ്രകാരം വർഷങ്ങൾ കഴിഞ്ഞാലും വഖഫ് സ്വത്ത് തിരിച്ചു പിടിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് വിവേചനപരമാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു. മുനമ്പവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായി ഒരു സ്വത്ത് തർക്കം ആണെന്ന് ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജിക്കാർ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതുവരെയോ സിവിൽ കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ നേടുന്നതുവരെയോ അനുവദിക്കാമെന്ന് കോടതി വാക്കാൽ പറയുകയായിരുന്നു. എന്നാൽ കോടതി ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. കേസ് ഈ മാസം 17 വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.